ഫീസുകളുണ്ടായിരുന്നു, പഠിക്കുവാനുള്ള അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഗവൺമെൻറ് കോട്ടയിലും അല്ലാതെ സംവരണങ്ങളുണ്ടായിരുന്നു. ആ സംവരണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടു പോയാൽ നമ്മളുടെ പുതിയ തലമുറ എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ള ഉത്കടമായ ഹൃദയഭാരത്താൽ നെഹമ്യാവിനെ പോലെ വളരെയേറെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു പിതാമഹനാണ് ബഹുമാനപ്പെട്ട PS ആനന്ദ് സാർ. അദ്ദേഹം ഈ സംഘടനയെ രൂപീകരിച്ച നാൾ മുതൽ ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെയേറെ ക്ലേശിക്കുകയും വളരെയേറെ സഹനത്തോടുകൂടി തൻ്റെ ജീവിതത്തിലെ എല്ലാവരുമായിട്ടുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും മറന്നുകൊണ്ട് ഈ സംഘടനയെ വളർത്തുവാൻ ഇത്രത്തോളം അധ്വാനിച്ച അദ്ദേഹത്തെ ഈ 29ാമത് പൊതുസമ്മേളനത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൽ നമുക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന പേരുകളൊന്നുമില്ല. എങ്കിൽ പോലും അതിർത്തിയിലെ ശത്രുപാളയത്തിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നടുവിൽ നെഞ്ചും വിരിച്ചു നിന്ന് രാജ്യത്തിൻ്റെ മാനം കാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം തൻ്റെ സർവീസ് കാലാവധി വളരെയേറെ സ്തുത്യർഹമായ രീതിയിൽ പൂർത്തീകരിച്ച് തുടർന്ന് ഈ സമൂഹത്തിനും അതിലുപരി നമ്മളുടെ സമുദായത്തിനും വേണ്ടി യത്നിക്കുവാനും പ്രയത്നിക്കുവാനും ഒരു തീപ്പൊരി പോലെ നമ്മളുടെ സമുദായത്തിന് വേണ്ടി യത്നിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളുടെ ഉദ്ഘാടകനായി നമ്മൾ വെച്ചിരിക്കുന്ന KJ ബാബു. അദ്ദേഹം ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരു ഗോൾ ഫാദർ ഇല്ല, നമുക്ക് വേണ്ടി പറയുവാൻ നിയമനിർമ്മാണ സഭകളിൽ ആളുകളില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ തീപ്പൊരി പോലെ നമ്മളുടെ എല്ലാ മനസ്സിലെ ആശയും അഭിലാഷവും പ്രതീക്ഷയുമായ KJ ബാബു ചേട്ടനെ ഈ സമ്മേളനത്തിലേക്ക് ഏറെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിൻ സഭകളുടെ ജനറൽ സെക്രട്ടറി ശ്രീ CI ജോൺസൺ സാറ്, അദ്ദേഹവും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വളരെയേറെ ക്ഷീണതകളും ശാരീരികമായ അവസ്ഥകളും എല്ലാം ഉണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലവിധമായ ചിത്രശക്തികൾക്കുമെതിരെ വളരെയേറെ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ 2025-26 മാസത്തിന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹം സംഘടന കടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അഴിമതിമായ സ്വാഗതം ആശംസിക്കുന്നു. 2025-26 വരവേൽപ്പ് വൈദ്യുത സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കടന്നു വന്ന GOP നൈനാലച്ചനെ ഏറ്റവും ഹാർദവമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ CM ജോൺസൺ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CJ മേരിക്കുട്ടി സാമൻ ഈ സമ്മേളനത്തിൽ സന്നിധിയായിട്ടുണ്ട്. മേരിക്കുട്ടി സാമനെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വൈകി രൂപീകരിക്കപ്പെട്ട ഒരു യൂണിറ്റാണ് മൂലമറ്റ യൂണിറ്റ്. ഈ മൂലമറ്റ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു പൊതുസമ്മേളനം നിർവഹിച്ച് സംഘടിപ്പിക്കുവാൻ വളരെയേറെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നേതാക്കളായ PS ആനന്ദ് സാർ. ആനന്ദ് സാർ വളരെയേറെ കഷ്ടം സഹിച്ചും ത്യാഗം സഹിച്ചും ഈ കൊടും ചൂടിൽ നമ്മുടെ എല്ലാ നല്ലവര മേഖലകളിലും ഓരോ ഭവനങ്ങളിൽ കയറുകയാണെങ്കിൽ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് ആഹ്വാനം ചെയ്യുകയും മെമ്പർഷിപ്പ് നാളെ വിജയകരമായി പൂർത്തീകരിക്കുകയും ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി വളരെയേറെ അപമാനപ്പെട്ട ബഹുമാനപ്പെട്ട VS ആനന്ദ് സാറിനെ ഈ യോഗത്തിലേക്ക് വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം മുന്നിലായി ഈ മാസത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. അവർ ആയിരിക്കുന്ന മേഖലകളിൽ നമ്മളുടെ സമുദായത്തിന് വേണ്ടി നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുകയും വളരെയേറെ അപമാനവും ഭാരവും സഹിച്ചാലും സ്വന്തം വ്യക്തിത്വവും സ്വന്തം സമുദായവും തുറന്നു പറയാൻ മടിയില്ലാതെ ഉന്നത സ്ഥാനങ്ങളിലായിരിക്കുന്ന നമ്മളുടെ ഇപ്പോഴും സർവീസിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അനേകരുണ്ട്. എല്ലാ സമ്മേളനങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്
അതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ പങ്കാളിത്തമാണ്. അടുത്തത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രസംഗമാണ്. മാസിക സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കരുത്തുറ്റ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന അനുഭവ പരിജ്ഞാനമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വി.എസ്. സാമുവൽ സാറിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നിവിടെ നടക്കുന്നത് മലയാളി സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയും ഒരു ഒത്തുചേർന്നുമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണസമിതി കഴിയുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചതായ ആദരണീയനായ നമ്മുടെ ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്തതായ ഭരണഘടനയിലൂടെ SC, SC വിഭാഗങ്ങൾക്ക് നൽകേണ്ടതായ ആനുകൂല്യങ്ങളും അവരോടുള്ള കരുതലും കടപ്പാടുകളും ഓർമ്മപ്പെടുത്തുകയും അത് ഭരണഘടനയിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സമുദായങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടതായ മഹത് വ്യക്തിയായ അദ്ദേഹത്തെയും ഈ സമയം ഞാൻ അനുസ്മരിച്ചുകൊള്ളുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളുമാണ് നമ്മൾക്ക് എല്ലാം ഇന്നിവിടെ കൂടുന്നതിനും നമ്മൾക്ക് ചിന്തിക്കുന്നതിനും നമ്മളുടെ ലഭിക്കുന്നതായ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ എല്ലാ കരുതലുകളും അതിനെ നിലനിർത്തി പോകുന്നതിന് വേണ്ടി ഇന്ന് പല രീതിയിൽ പല കാര്യങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ പല പ്രതിസന്ധികൾ മലയാളി സംരക്ഷണ സമിതി നേതൃത്വം കൊടുക്കുന്നതായ ഈ സമിതിയിൽ കൂടി അതുപോലെ തന്നെ മലയാളി വിഭാഗത്തിൽപ്പെട്ടതായ നമ്മൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ വേണ്ടുന്ന മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതിന് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ഈ സംരക്ഷണ സമിതിയിൽ കൂടി നമ്മുടെ സംഘടനകൾ കൂടി നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. എന്നാൽ മറ്റ് ഇതര സംഘടനകളെ നോക്കുമ്പോൾ നമ്മുടേതായ കൂട്ടായ്മയിലുള്ളതായ എത്രത്തോളം അതുണ്ട് എന്നുള്ളത് മറ്റ് സംഘടനയെ അപേക്ഷിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഞാൻ പറയുന്നത് നമ്മളിവിടെ വന്നിരിക്കുന്നതായ ആളുകളോടല്ല, വരാതെ മാറി നിൽക്കുന്നതായ ഒരു വിഭാഗം ആളുകളാണ് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഭരണഘടനയിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ചോദിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളെവിടെ സംഘടിക്കുന്നുവോ സംഘടിക്കുവിൻ, ശക്തരാകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംഘടിത്തം എവിടെയുണ്ടോ അവിടെ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനേക്കാൾ ഓരോ സമയം മുമ്പോട്ട് പോകുന്നതോറും പ്രതിസന്ധിയും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരുന്നതായിട്ട് നമുക്കെല്ലാം വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ സമുദായ സംഘടനയെ വളർത്തിക്കൊണ്ടുവരികയും യുവജനങ്ങളെയും മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടി ഊർജ്ജസ്വലരാക്കുവാനുള്ളതായ പ്രവർത്തന രീതികളും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വേദികളിൽ പല സംഘടനകളായിട്ട് കൂടുന്നത് മലയാള സമൂഹത്തിൽപ്പെട്ടതായ കുടുംബങ്ങളും വ്യക്തികളും വ്യക്തിത്വങ്ങളുമാണ്. ആശയങ്ങളൊന്നാണ്, എന്നാൽ പല രീതിയിൽ കൂടുന്നു. ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി കൂട്ടുകൂടേണ്ടതും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മലയാള സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സമയത്ത് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതായ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പോലുള്ളതായ ജോലി അവസരങ്ങളെല്ലാം നിന്നുപോയിരിക്കുന്നു.
അതെല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ നമ്മളുടെ കൂട്ടായ്മ പറഞ്ഞു പോകുന്നു. ആ കൂട്ടായ്മയുടെ പ്രവർത്തിക്കുന്നതായ മാസിൽ പ്രവർത്തിക്കുന്നതായ സംഘടനയിൽ പ്രവർത്തിക്കുന്നതായ അവരുടെ ഊർജ്ജസ്വത കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കി കോട്ടയം മേഖലയിൽ താമസിക്കുന്ന മലയാള സമൂഹത്തിലുള്ള എല്ലാ കുടുംബങ്ങളും അതിന് കാര്യപ്രാപ്തി ഉണ്ടാകുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സ്വയം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയോ നമ്മുടെ സമുദായത്തെ പറ്റിയോ അതിനുള്ളതായ ഒരു കാഴ്ചപ്പാടോ ഒന്നും നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ വളർന്നു തലമുറക്കോ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. ഇതിപ്പോൾ ഇവിടെ കുറെ ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം. പക്ഷേ ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ നമ്മുടെ എല്ലാം നെടുന്തൂണായി തീരേണ്ടത്. അവരെ കൂടി കുറെ കൂടെ ഊർജ്ജസ്വലരാക്കിയിട്ട് അവരെ കൂടെ നമ്മുടെ സമുദായ സംഘടനകളെ വളർന്നതിന് വേണ്ടി അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും എല്ലാം വിലയിരുത്തിക്കൊണ്ടും മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും നമ്മുടെ എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ സമുദായത്തിന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആരോഗ്യം അതിന്റെ കുറവുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തലും നമ്മുടെ കുടുംബങ്ങളിൽ സംസാരിക്കുകയും എടുത്തേണ്ടതായ ഒരു കാര്യം കൂടിയാണ്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടുക എന്നുള്ളതാണ്. മറ്റ് സംഘടനകളെ നമ്മളെപ്പോഴും വിലയിരുത്തണം. മറ്റാളുകൾ കൂടുമ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു, അവരെന്ത് സംസാരിക്കുന്നു, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ നേതൃത്വങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, അവരുടെ നേതൃത്വങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയാണ്, നേതൃത്വം അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തീയ സമൂഹം ക്രിസ്തീയ രീതിയിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ക്രിസ്തീയ നേതൃത്വത്തെയും അംഗീകരിക്കുകയും അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങളെയും കണ്ടുകൊണ്ട് അവരോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പോവുകയാണെങ്കിൽ കുറെ കൂടെ നല്ല രീതിയിലാകുമെന്നാണ് എനിക്കൊരു പറയാനുള്ള അഭിപ്രായം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സഭാ നേതൃത്വവും കടന്നു വരികയും സഭാ നേതൃത്വവും ആ ഒരു ചെറിയൊരു കാഴ്ചപ്പാട് ആ ഒരു ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാള സംരക്ഷണ സമിതി എന്നുള്ളത് നമ്മുടെ ഈ ക്രിസ്തുമതം സ്വീകരിച്ചതായിരുന്നതായ മലയാള വിഭാഗത്തിൽപ്പെട്ടതായ ആളുകൾക്ക് കുറെ കൂടെ ഊർജ്ജവും ഉന്മേഷവും പകരുന്നതിന് വേണ്ടി അവരെ കുറെ കൂടെ നമുക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയും അവരെ കരുതുന്നതിന് വേണ്ടിയും സാധിക്കുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ കാര്യങ്ങളും സഫലമായ ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചതിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ KJ ബാബു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിശ ഇടുക്കി ജില്ലാ സമിതി അംഗമായ ശ്രീ ബാബു, ആദിവാസി ദളിത് ബോർഡിൻ്റെ നേതൃത്വം വഹിക്കുന്നതായ ബഹുമാനമുള്ള ക്ലർജി സെക്രട്ടറിയുമായ ബഹുമാനമുള്ള PJ ബിജു അച്ഛൻ, KD ദേവസി അച്ഛൻ, ലീഗൽ സെല്ലിൻ്റെ ചെയർമാൻ GOJP നൈനാൻ അച്ഛൻ, ജനറൽ സെക്രട്ടറി CA ജോൺസൺ സാർ, ട്രഷറർ KG ജോൺസൺ, ചെല്ലാട സമിതിയുടെ കൺവീനറായ തോമസ് മാമൻ, ജോയിൻറ്റ് കൺവീനേഴ്സ്, ഇവരെ ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയാനായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. ഡയസുമായിട്ട് സഭയുമായി യോജിച്ച് പോകണം എന്നൊരു നിർദ്ദേശം ഇവിടെ വയ്ക്കുകയുണ്ടായി. നമ്മൾ വളരെ കാലമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡയസുമായിട്ടും സഭയായിട്ടും
ഗാന്ധി സമൂഹമായിട്ട് നമുക്ക് വളരെ നല്ല സൗഹാർദ്ദമാണ് ഉണ്ടായിരുന്നത് ഇതുവരെ. എന്നാലിപ്പോൾ അല്പം കൂടെ മുമ്പോട്ട് പറയാനായിട്ടുള്ളത് ആദിവാസി ജനവിഭാഗത്തിൻ്റെ പേരിൽ ആയസ് നമുക്ക് നല്ല നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ കൂടെ സഹപ്രവർത്തകരായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ തീർച്ചയായിട്ടും ആയസ് പ്രവർത്തിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അത് നമുക്ക് ഇന്ന് ഈ പൊതുയോഗത്തെ കൂടിയാണ് ഈ കാലങ്ങളിൽ 2013 കാലഘട്ടത്തിലൊക്കെ 500-600 കൊണ്ടുള്ള പൊതുയോഗങ്ങളാണ് പ്രചാരിപ്പിച്ചത്. അതിനുശേഷം കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ അതോടനുബന്ധിച്ചുണ്ടായി. അങ്ങനെ കഴിഞ്ഞ 2-3 പൊതുയോഗങ്ങളിലൊക്കെ അറ്റൻഡൻസ് ഉള്ളത് 60, 70, 75 അതിൽ കൂടുതൽ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അതിന് വിപരീതമായി ഇന്നത്തെ പൊതുയോഗത്തിൽ കുറച്ചുകൂടെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വന്നിട്ടുള്ള യുവജനങ്ങൾ ഈ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഇതിൻ്റെ ആവശ്യവും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തന്നെയാണ്. അവർ മുമ്പോട്ട് വരിക തന്നെ വേണം. ഞങ്ങളെപ്പോലെ പ്രായമുള്ളവർ നടത്തുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയപ്പോൾ തന്നെ മുമ്പോട്ട് വന്നാലേ അത് നടത്തുള്ളൂ. ഇന്ന് കടന്നു വന്ന എല്ലാ യുവാക്കളെയും യുവതികളെയും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ സാന്നിധ്യം ഏറ്റെടുത്ത് നടത്തുന്നത് വരും തലമുറയായ നിങ്ങളാണ്. ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറായിട്ട് വരണം. നമ്മുടെ വിശ്വാസ സമൂഹമാണ് സംശയമില്ല. ഉയർപ്പിൻ്റെ സന്തോഷവും അതിൻ്റെ ആരാധനയും അതിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് 10 ദിവസമാകും. ഇതിനെപ്പറ്റി സന്ദേശം നമുക്കെല്ലാം അറിയാം. ഭയപ്പെടേണ്ട, ഞാൻ എല്ലാം എന്നോട് കൂടുതലുണ്ട്. എന്നാൽ ആരോടാണ് ഈ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? എല്ലാവർക്കും ബാധകമാണ്. പേപ്പുകൾ പരിശുദ്ധ കാത്തോലിക്ക ബാബ തിരുമേനി യാത്ര എഴുതുന്നു. അതിനൊക്കെ അദ്ദേഹം ഇതിനെ പറ്റി പരാമർശിക്കുന്നത് പറഞ്ഞത് ഇത് ബാധകമാകുന്നത് 3 ഗ്രൂപ്പിലാണ്. 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ്. ഒന്നാമത് പരസ്പരം സ്നേഹിക്കുന്നവർക്ക്, രണ്ടാമത് സഹോദരങ്ങളെ ചേർത്തിരിക്കുന്നവർക്ക്, മൂന്നാമത്തേത് ദുഃഖിക്കുന്നവരെ കണ്ണുനീരെടുക്കുന്നവരെ അവരുടെ സംഘടനയിൽ മതിയേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വാക്കുമാണ് ഭയപ്പെടേണ്ട, ഞാൻ കൂടെ നിൽക്കുന്നു. ഞാൻ എന്തിനാണ് ഇപ്പോഴിവിടെ ഇതൊരു മറ്റൊരു വലിയ സ്വീകരിക്കാര നമ്മുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് കഴിയാം. എങ്കിലും പറഞ്ഞതിനാണ് നമ്മുടെ കാര്യം ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാനം പറഞ്ഞോളാം. ഇവിടെ ഇപ്പോൾ ഏതാനും 10-13 യൂണിറ്റുകൾ നമ്മളിപ്പോഴും ഉണ്ടാക്കി. നേരത്തെ 40 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് കാലഘട്ടത്തിൽ അതെല്ലാം മുന്നോട്ട് പോയി. പിന്നീട് പല യൂണിറ്റുകൾ ശക്തീകരിക്കുകയും പല പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു. സ്നേഹവും നിർമ്മാണമുള്ള നമ്മുടെ ശ്രീ ജോസഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കൂടുതൽ യൂണിറ്റുകൾ രൂപീകരിച്ചത്. ഞാൻ ഇവിടെ അടുത്തില്ലാത്തതുകൊണ്ട് അതിലേക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. യൂണിറ്റൊക്കെയാണ് ഉണ്ടായത്. എന്നാലും ഇങ്ങനെ യൂണിറ്റ് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പലരും വന്നായ ഒരു ചോദ്യം, ഇതിനു മുമ്പ് ഞാനിത് മുമ്പ് രീതിയിൽ ഇത് വിശദീകരിച്ചതാണ്. കുറഞ്ഞ ജനസംഖ്യയുള്ള നമ്മുടെ സമൂഹത്തിൽ MSC പോലൊരു സംഘടന തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് വീണ്ടും ഒരു സംഘടന? ഇപ്പം അവർ പണം പിരിക്കുന്നത് നിങ്ങൾ വരുന്നു, എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നൊരു ചോദ്യം ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ജില്ലാ കാര്യം ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇന്നലെ എനിക്ക് 2 പേർക്ക് ഉണ്ടായിരുന്നു. ഇനി ആ സംശയം ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാനത് വളരെ വ്യക്തമായിട്ട് മാസ് എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അത് പറയുമ്പോൾ വ്യക്തമാക്കിയിട്ട് പറഞ്ഞാൽ തീരെയില്ല. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ സംസാരം നിർത്തും. ഭയപ്പെടുന്നതാണ്. എങ്കിലും കുറച്ച് വിശദീകരിച്ചാൽ ജനങ്ങളിലേക്ക് പോയാലേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. നിങ്ങൾ കേട്ടിരിക്കും 24/10/1992 പട്ടാമ്പിയിൽ ഉണ്ടായ ഒരു ബാലികാ പീഡനം. നമ്മുടെ ഒരു പെൺകുട്ടിയെ അവിടുത്തെ ഒരു PTA പ്രസിഡന്റ് ഒരു പീഡന ശ്രമം നടത്തി. അത് പോലീസ് കേസെടുത്തു. പോലീസിൻ്റെ FIR തയ്യാറാക്കിയിട്ട് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ
ആ പുതിയ ചന്ദ്രമോഹൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഭാര്യയായിട്ട് കൂട്ടി അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു. 11/92 പാലക്കാട് സെഷൻസ് കോർട്ട് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷയ്ക്കെതിരെ 1996 ഒരു ചന്ദ്രമോഹൻ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും ആ അപ്പീലിൽ പട്ടികവർഗത്തിൽപ്പെട്ട ആ കുട്ടിയുടെ പേരൻസ് ക്രിസ്തുമത സ്വീകരിക്കുക വഴി അവർക്ക് സംവരണത്തിന് അർഹതയില്ലാതെ വരികയും ഈ ആക്ട് ബാധകമല്ലാതാകുകയും ചെയ്തിരിക്കുന്നു എന്നൊരു വിധി വന്നു. പട്ടികവർഗത്തിൽ പെടുകില്ല ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത് വളരെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ആ ഒരു കോടതി വിധികൾ നാട്ടിൽ ഹൈക്കോടതി വിധികൾ നാട്ടിലെ നിയമമാണ്. അതുകൊണ്ട് ആ വിധിയോടുകൂടി സംവരണം നമുക്ക് അവസാനിച്ചു. പക്ഷേ നിങ്ങളാരും അത് അറിഞ്ഞില്ല, പലരും അറിഞ്ഞില്ല. അതിനു മുമ്പ് നടപടിയിലേക്ക് ഞങ്ങൾ കടക്കുകയുണ്ടായി. കടന്നുകൊണ്ട് യങ്സ്റ്റേഴ്സിന് സംഘടനയുടെ പേരിലുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ യൂത്ത് ഫോറത്തിലുമൊക്കെ ഞാൻ മേഖലയിലെ യൂത്തിൻ്റെ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിരുന്നു, എംപ്ലോയീസിന് കൊടുത്തു. ഇവരൊക്കെ ചിലരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ സഭയുടെയും കീഴിൽ യൂത്ത് ലീഗുണ്ട്, യൂത്ത് പ്രവർത്തനമുണ്ട്, ഒരു എംപ്ലോയീസ് അസോസിയേഷനുണ്ട്. അവരെല്ലാം മുമ്പോട്ട് വരണം. വന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചാക്കിയാൽ കഴിയുള്ളൂ. സംവരണം ഇല്ലാതായ ഘട്ടം കർണാടക ബോർഡറിൽ ഒരു സമൂഹത്തെ ഇതിൽ നിന്ന് മാറ്റിയ ഒരു ചരിത്രം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. ആ ഒരു സമൂഹം നശിച്ചുപോയി. അവിടുത്തെ അത്ര അരക്ഷിതാവസ്ഥയായി. ഒടുക്കം കുറച്ച് നല്ലവരായ മാധ്യമപ്രവർത്തകരും പാർലമെൻറ്റുകളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ പുനഃസ്ഥാപിച്ചു. ഇനി ഇപ്പോഴും അവിടെ നിൽക്കുന്ന റിപ്പോർട്ട് ഒരു 10 കൊല്ലം കിട്ടിയാൽ കഴിഞ്ഞാലും ഒരു പഴയ രീതിയിൽ എത്തൂല്ല എന്നുള്ളത്. അതുപോലെ നശിച്ചുപോയി. അത്രത്തോളം നാനാവിശേഷമായി. അവിടെ ആ ഒരു രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒത്തൊരുമിച്ച് ഇത് പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം. കൃഷി ചെയ്തൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല. കാരണം കാട്ടുപന്നിയും മറ്റു മൃഗങ്ങളുടെ ശല്യവും കൃഷി. ഞാനിവിടെ കുറച്ച് കൃഷി ചെയ്തപ്പോൾ ഒരു കിലോയ്ക്ക് 140 രൂപയുള്ളത് ഇപ്പോൾ കിലോയ്ക്ക് 70 രൂപ 60 രൂപ എടുക്കാൻ ആളുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് കൃഷി പോകുന്നത്. അപ്പോൾ ആ കൃഷി ചെയ്തൊന്നും ഇനിയിപ്പോൾ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ ആ ഒരു സന്ദേശം നിങ്ങൾ എല്ലാവരും എത്തിക്കണം, ഒരുമിച്ച് നിൽക്കണം. പിന്നെ നമ്മൾ സംഘടനയും സഭയൊക്കെ തൊഴിൽദായക സംരംഭങ്ങളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള ചർച്ചകൾ നമുക്ക് ഇനി ഉണ്ടാകണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സായ 60-ൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അവർ തന്നെ ലിസ്റ്റ് എടുത്തതാണ്. 64 പേരുണ്ടായിരുന്നതിൽ 3 പേർക്ക് എഞ്ചിനീയറായിട്ടല്ല ഓവർസിയറായിട്ട് ജോലി കിട്ടി. ബാക്കി 10-60ഓളം പേര് പല കാറ്റഗറിയിലായിട്ട് പല വിഭാഗങ്ങളായിട്ട് എഞ്ചിനീയേഴ്സ് പാസ്സായവരുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് 4-5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭം തുടങ്ങി കൊടുക്കാൻ സംഘടന അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലേക്ക് സംഘടനയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. സഭയും അതിന് കൈത്താൻ ഉണ്ടാവും, സമയം ഉണ്ടാവണം. അങ്ങനെ മാത്രം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ആ ഒരു നിലയിലേക്ക് സംഘടനയെ വളർത്തിയെടുക്കാനുള്ള നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മാസിൻ്റെ സജീവ സാന്നിധ്യവും ഡയസസിൻ്റെ വൈദിക സെക്രട്ടറി കൂടിയായിരിക്കുന്ന സ്നേഹമുള്ള ബിജോയി അച്ഛനെ ഒരാശംസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളേറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തെ മീറ്റിങ്ങിനേക്കാൾ വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ്, വാർഷിക പൊതുയോഗമാണ് ഇന്ന് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നു ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നമ്മുടെ ജാതിബോധവും അതുപോലെ തന്നെ സമുദായ ബോധവും കുറെ കൂടി വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ വളരേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 1960കളിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ MACF മലയേറിയ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ഒരു ജാതി സംഘടന ഉണ്ടാകുന്നത്. 10 വർഷം മുമ്പ് ഹിന്ദു മലയാളിമാരുടെ ഇടയിലും അഖില തിരുവിതാംകൂർ മലയാള മഹാസഭ എന്നൊരു സംഘടന ഉണ്ടായി. പതിവ് പരിപാടികളാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമല്ല ഇന്ന് നമ്മൾ നേരിടുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് പലപ്പോഴും നമ്മളെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ, നമ്മളെ തന്നെ ഇകഴ്ത്തുന്ന തരത്തിൽ ഉള്ള സംസാരങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മലയരയൻ എന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് ഒരു മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും മഹിമയുള്ള ഒരു ജീവിതമാണ് ഗോത്ര സമൂഹം നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും സംസ്കാര സമ്പന്നമായ ഒരു ജീവിതമാണ് എല്ലാ ഗോത്രങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ പിൽക്കാലത്തേക്ക് നമ്മൾ അന്വേഷിച്ച് പോയാലും
നമ്മളെവിടെയെങ്കിലും സാംസ്കാരികമായിട്ട് താഴ്ന്നു നിന്നവരോ അങ്ങനെയൊന്നുമല്ല. മറിച്ച് ഏറ്റവും നല്ല ജീവിത രീതിയും സംസ്കാരവും കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു ജനതയുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും എന്നുള്ള ഒരു ജാതിബോധം നമുക്ക് നിശ്ചയമായും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മലയേറിയനാണ് എന്നുള്ളത് എല്ലായിടത്തും പറയേണ്ട ഇടത്തൊക്കെ പറയുവാൻ നമുക്ക് കഴിയണം. അതിനകത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. രണ്ടാമത്, എനിക്കൊന്ന് പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് തീരെ അവബോധം ഇല്ല. നമ്മൾ സാമൂഹികമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിനെങ്ങനെ പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയും കൂടിയുണ്ട്. മറ്റൊരു കാര്യം, ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു മനഃപൂർവമായ ശ്രമം ഉണ്ടാവണം. അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, ഇതര ആദിവാസി സംഘടനകളുമായിട്ടും നമുക്ക് ഒരു ഐക്യ ശ്രമം ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നാം ഓർക്കുക. അതുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ ഇതര ആദിവാസി സംഘടനകളുമായിട്ടും ഉള്ളൊരു കോർഡിനേഷൻ രൂപീകരിക്കുവാൻ മാസിന് കഴിയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകരുത്. മറ്റൊരു കാര്യം, ഒരു രാഷ്ട്രീയ നേതൃത്വം നമുക്കില്ല എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ പ്രവർത്തകരാണെങ്കിലും UDF പ്രവർത്തകരാണെങ്കിലും ഒരു സജീവമായ രാഷ്ട്രീയ നേതൃത്വത്തിലോട്ട് വളർന്നു വരുന്നവർ നമ്മുടെ ഇടയിൽ കുറവാണ്. അഭിമന്യ VS ഫ്രാൻസിസ് തിരുമേനി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നെ വിളിച്ച് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ വേണം, തിരുമേനിക്ക് ആരുടെ പേരാണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മഹാടവിയിൽ നിന്ന് ആരുടെ പേരാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ളത്, ഇന്നയാളെ കൊള്ളാം എന്ന് എനിക്ക് പറയുവാൻ എവിടെയാണ് ഒരാൾ? CPM നിന്ന് ഒരു അന്വേഷണം വന്നാൽ എനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഏത് നേതാവാണ് എൻ്റെ സഭയിലുള്ളത്? സത്യമല്ലേ ചോദിക്കുന്നത്? ആരുടെ പേര് പറഞ്ഞു കൊടുക്കും? പീരുമേട് നിയോജകമണ്ഡലം നമുക്ക് ചോദിക്കാവുന്ന ഒരു നിയോജകമണ്ഡലമാണ് CSI സഭയ്ക്ക്. ഇടുക്കി നിയോജകമണ്ഡലം CSI സഭയ്ക്ക് വേണമെന്ന് ചോദിക്കാവുന്ന ഒരു മണ്ഡലമാണ്. നാം ആരുടെ പേര് എടുത്തു വെച്ചിട്ട് ഞങ്ങളൊരു കാൻഡിഡേറ്റിനെ നൽകുകയാണ്, ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം എന്ന് പറയുവാൻ ഈസ്റ്റ് കേരള മഹായുടെ ബിഷപ്പിന് അങ്ങനെയൊരു ആണില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുന്നത്. വളരെ ചുരുക്കമായിട്ട് തന്നെ ആശംസ അറിയിച്ച വിജയച്ചന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് മുൻ പൊടിയോഗ മീൻസ് അവതരണമാണ്. പൊടിയോഗ മീൻസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന CA ജോൺസൺ സാറിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷനും മലേറിയ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമായി ശ്രീ VS അഹമ്മദ് സാറ്, മലേറിയ സംരക്ഷണ സമിതിയുടെ 29ാമത് വാർഷിക സമ്മേളനം, പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്നിട്ടുള്ള അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ KJ ബാബു, അദ്ദേഹം ദിശ സമിതി അംഗം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ തോമസ് മാമൻ, ജോയിന്റ് കൺവീനർമാരായ LJ ജോസഫ്, ശ്രീമതി മേഴ്സി ജെയിംസ്. ഈ 29ാമത്തെ വാർഷിക സമ്മേളനം മൂലമറ്റത്ത് നടക്കുമ്പോൾ അതിന് ശ്രദ്ധേയമായ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഇവിടുത്തെ മലേറിയ സംരക്ഷണ സമിതിയുടെ മൂലമറ്റം യൂണിറ്റ് സെക്രട്ടറി ശ്യാമേന്ദ്രൻ സാറ്, മൂലമറ്റ യൂണിറ്റിൻ്റെ ഖജാൻജി ശ്രീ VM ജെയിംസ്, അതുപോലെ തന്നെ ഇടപ്പള്ളി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് PK ജോസഫ് സാറ്, അതുപോലെ തന്നെ കോപ്പടി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് MJ ജോസഫ് സാറ്, അതുപോലെ തന്നെ ഈ സമ്മേളനം നടക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി മേരിക്കുട്ടി CJ, ശ്രീമതി സ്മിത സാമുവൽ, മലേറിയ സംരക്ഷണ സമിതിയുടെ യൂണിറ്റ് ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കൺവീനർ, മറ്റംഗങ്ങൾ, മാസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ മലേറിയ സംരക്ഷണ സമിതിയുടെ മലേറിയ വിഭാഗത്തിൽപ്പെട്ട ദീപ്ത മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, യുവജനങ്ങൾ, എല്ലാവർക്കും ഞാൻ ഹാർദവമായി നമസ്കാരം പറയാം. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് 2023 മാസിന്റെ ചുമതല സ്ഥാനമേറ്റപ്പോൾ
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 86 മെമ്പർമാർ മാത്രമേ ആ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തുള്ളൂ. എന്നാൽ ഈ 2022-3 വർഷങ്ങൾ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ പ്രധാനമാണ്. നമ്മുടെ ഒരു കടലും ഒരു മഴത്തുള്ളിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മഴത്തുള്ളി വളരെ ചെറുതാണ്, കടല് വലുതാണ്. എന്നാൽ ആ മഴത്തുള്ളിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ കടലിൻ്റെ ആ സാന്നിധ്യം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞ് പിന്മാറുന്നതായിരിക്കും. കാരണം പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മലേറിയ സംരക്ഷണ സമിതിയുടെ വാർഷിക റിപ്പോർട്ട്, വാർഷിക പൊതുയോഗം ഒരു കോപ്പി നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഹാളിൻ്റെ പേര് തന്നെ VS ജോർജ് നഗർ എന്നാണ്. VS ജോർജ് സാറിന് എല്ലാവർക്കും പ്രായമായ എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ മലേറിയ സംരക്ഷണ സമിതിയുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഒരു ഭാഗമൊക്കെ എടുത്ത് എറണാകുളത്ത് നിന്ന് ഏത് മീറ്റിങ്ങിലും കടന്നു വരുന്ന ഒരു മാന്യദേഹത്തിൻ്റെ മുഖം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി യൂണിറ്റിൽ നിന്ന് യൂണിറ്റ് അംഗങ്ങളോട് കൂടി കുടുംബമായി മാസിൻ്റെ പ്രവർത്തന യോഗം നടക്കുമ്പോൾ കടന്നു വരുന്ന ഒരു മാന്യ വ്യക്തിയായിരുന്നു MJ തോമസ് മുണ്ടപ്പള്ളി. അദ്ദേഹം കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപോയി. ചേലത്തൂർ യൂണിറ്റിൽ നിന്ന് VI ഐസക് പരിക്കാനിക്കൽ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു. ഊരിമൂപ്പനായിരുന്നു, മാസിൻ്റെ പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ 2025-26 വർഷത്തിൽ നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ വാർഷിക പൊതുയോഗത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമാകുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കാം. നമുക്ക് ഇതിൻ്റെ വളരെ ഭരണസമിതി അംഗങ്ങളുടെ പേരുകളൊക്കെ നമ്മുടെ ഈ വാർഷിക റിപ്പോർട്ടിൻ്റെ ബാക്കി കുറേ കവറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാസിൻ്റെ 5 ഒഫീഷ്യൽസും, പ്രസിഡൻറ്റും ഒരു വൈസ് പ്രസിഡൻറ്റും ഒരു ജനറൽ സെക്രട്ടറിയും ഒരു ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഒരു ഖജാൻജി, 5 ഒഫീഷ്യൽസും 8 കമ്മിറ്റി അംഗങ്ങളുമാണ്. അതുപോലെ തന്നെ 5 മേഖലാ സെക്രട്ടറിമാർ. അപ്പോൾ 18 അംഗ ഒരു കമ്മിറ്റിയാണ് മലേറിയ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. അതുകൊണ്ട് ഞാൻ ഭരണസമിതിയിലേക്ക് പൂർണ്ണമായി അത് അത്രയും കൊണ്ട് നിർത്തുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങൾ എല്ലാ മാസത്തിലെ 2ാം ശനിയാഴ്ച മുട്ട നമ്മുടെ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അത് എഴുതിയിട്ടുണ്ട്. 3ാമത്തെ പോയിന്റ് യൂണിറ്റ് ശാക്തീകരണ യോഗങ്ങളാണ്. നമുക്ക് മാസിൻ്റെ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. എങ്കിലും മാസ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് അവിടേക്ക് കടന്നു പോകാനും സജീവമല്ലാതിരുന്ന യൂണിറ്റുകളൊക്കെ വളരെ സജീവങ്ങളായി നമുക്ക് തീർക്കാനും കഴിഞ്ഞു. ആ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്: കഞ്ഞിക്കുഴി, കപ്പക്കാനം, പള്ളിപ്പാറ, കോലാനി, മണിയാറൻകുടി, കൊന്നത്തടി, കുറുവപ്പള്ളി, മേലുകാവ്, ചേരച്ചൂട്, ഇലപ്പള്ളി, കീരിത്തോട്, മൂലമറ്റം, തെക്കൻതോണി. ഇത് മാത്രമല്ല, നമ്മളെ മാസിൻ്റെ ഭാരവാഹികൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞ സ്ഥലങ്ങളിൽ വളരെ നിർജ്ജീവമായിരുന്ന യൂണിറ്റുകൾ നമ്മൾ സജീവമാക്കിയത് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതല്ലാതെ മറ്റ് സ്ഥലങ്ങളിലും മുൻപുണ്ടായിരുന്ന യൂണിറ്റുകൾ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പുതിയ അതുപോലെ തന്നെ മേലുകാവ്, മൂലമറ്റം, മണിയാറൻകുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭവന പ്രശ്നങ്ങൾ നടത്തുന്നത് നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ ഓർപ്പിക്കാം, ക്രിസ്ത്യൻ മലയാള വിഭാഗത്തിനെതിരെയുള്ള കേസുകൾ ഇവിടെ പ്രസിദ്ധ സാധ്യത സൂചിപ്പിച്ച് കഴിഞ്ഞു. CP കൃഷ്ണൻ കേസ് 2021 കേസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. WPC 11747/2021. 1:30 ഇതിൻ്റെ പ്രാരംഭ സെഷൻ പൂർത്തിയാക്കും. ആരും വിട്ടുപോകരുത്. പ്രത്യേകിച്ച് ആദ്യമായി വന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഞാൻ വീണ്ടും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അവരൊക്കെ ഒരുപക്ഷെങ്കിൽ ഇതൊരു ആദ്യത്തെ ഭാഗങ്ങളിൽ അല്പം വിരസത തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണം. നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം പ്രോത്സാഹനജനകമാണ്. ഇപ്പം ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു മാസിനെ സമീപിച്ച ഒരു വിദ്യാർത്ഥി അവളുടെ കാര്യം മാസ് വഴി നേടിയെടുത്തു. പക്ഷെ അവൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ വളരെ ദൂരെ നിന്ന് തന്നെ PG സ്റ്റുഡൻ്റാണ്. ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന മാസിനോടുള്ള കടപ്പാട്, സ്നേഹം കാണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ ഇനിയും കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തീർക്കാം. അപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്. അടുത്തത് 2025-26 വരവ് ചെലവ് കണക്കുകളാണ്. അത് അവതരിപ്പിക്കുന്നതിനായിട്ട് ട്രഷറർ KG ജോൺസൺ സാറിനെ ക്ഷണിക്കുന്നു. 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള വരവ് ചെലവ് കണക്കുകളാണ് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്.
ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് 12,06,300 രൂപ 66 പൈസ. ആവശ്യ ചെലവ് ബാങ്ക് ചാർജസ് ഉൾപ്പെടെ 80,663 രൂപ 12 പൈസ. ബാക്കി 10,31,707 രൂപ 54 പൈസ. ഈ തുക ലഭിച്ചതിൻ്റെ കെട്ടിങ്സോട് വായിക്കുകയാണ്. മലയോര സംരക്ഷണ സമിതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് ബഹുമാന പുരസ്സരം ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. മലയോര സംരക്ഷണ സമിതി 2025-26 സാമ്പത്തിക വർഷം 1/4/25 മുതൽ 31/3/2026 വരെയുള്ള പ്രവർത്തന രേഖകളും കണക്കുകളും പരിശോധിച്ച റിപ്പോർട്ടും നിർദ്ദേശങ്ങളും ചുവടെ ചേർക്കുന്നു. പരിശോധിച്ച രേഖകൾ: ക്യാഷ് ബുക്ക് 1/4/25 മുതൽ 26 വരെയുള്ള ക്യാഷ് ബുക്ക്, ലെഡ്ജർ ബുക്ക്, ജനറൽ ബോഡി മിനിറ്റ്സ് ബുക്ക്, മുൻ വാർഷിക ബുക്ക്, കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക്, ബാങ്ക് പാസ്ബുക്കുകൾ 3 എണ്ണമുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് 2 എണ്ണം, വൗച്ചർ ഫയൽ, രസീത് ബുക്കുകൾ. ഇതിന് പ്രകാരം തന്നാണ്ട് ആകെ വരവ് 55,410 രൂപ. ഈ വർഷത്തെ ആകെ വരവാണ് 55,410 രൂപ. മുൻ മിച്ചം 33,922 രൂപ. അങ്ങനെ ആകെ വരവ് 89,332 രൂപ. തന്നാണ്ട് ചെലവ് 92,402 രൂപ. തൻ വർഷം കടം 3,070 രൂപ. റിപ്പോർട്ട് എല്ലാവരുടെയും കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് 2 സ്ഥിര നിക്ഷേപങ്ങളുണ്ട്. 1,60,60,406 രൂപ അതിലുണ്ട്. അങ്ങനെ സംഘടനയുടെ ആകെ മിച്ചം നമുക്ക് സാമ്പത്തിക നമ്മുടെ കടം 3,070 രൂപയായിരുന്നു. സ്ഥിര നിക്ഷേപങ്ങൾ ഉൾപ്പെടെ നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ 1,57,336 രൂപ ബാക്കിയുണ്ട്. സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ താഴെയുണ്ട്. ഇതിൽ ഗ്രാമീൺ ബാങ്കിലെ സർട്ടിഫിക്കറ്റ് നമ്പർ 839272 പ്രകാരം 4,135 രൂപ. മറ്റൊന്നുള്ളതിൻ്റെ ഫിക്സഡ് എമൗണ്ട് 1,56,271 രൂപ. MC സ്ഥിര നിക്ഷേപം നമ്മൾ ഒന്ന് പിൻവലിച്ചിട്ടുണ്ട്. നമ്മൾ 3 എണ്ണം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ റോയ് ചോദിച്ചത്. അതാണ് MACJSCയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കമ്മിറ്റി തീരുമാനപ്രകാരം കേരള ഗ്രാമീൺ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 3 സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മാസ സംഘടന മേൽക്കുമേൽ ആശംസിക്കുന്നു. നമ്മുടെ ഒരു വ്യക്തി തന്നെ ഇന്ന് പറഞ്ഞല്ലോ, അവരുടെ ബുദ്ധിമുട്ട് കോളേജുകളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ പലരും പോകുമ്പോൾ ഈ അവസ്ഥകളുണ്ട്. അത് ആരും പുറത്തു പറയില്ല. പക്ഷെ ഒത്തിരി നേടാൻ പറ്റുമെന്ന് നേടും, അല്ലാതെ പഠിപ്പിച്ചു പോലും. അതുപോലെ നമ്മുടെ മന്ത്രി സ്ഥാനങ്ങളിലേക്ക് നമ്മൾ അവരെ വിവരം അറിയിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് പഠിക്കാനുള്ള പൈസ തികയുന്നില്ല. അതായത് ലംസം ഗ്രാൻഡ് ഇനത്തിൽ കൊടുക്കുന്ന പൈസകളൊന്നും തികയുന്നില്ല. അവർക്ക് പഠിക്കാൻ കഴിയില്ലാത്ത
പുതിയ കമ്മിറ്റി ഞാൻ കഴിഞ്ഞ 6 വർഷം പറഞ്ഞു, സംഘടന ഉണ്ടാകണമെങ്കിൽ, സംഘടന ശക്തിപ്പെടണമെങ്കിൽ യൂണിറ്റുകൾ ഉണ്ടാക്കുകയും യൂണിറ്റുകൾ ശാക്തീകരിക്കുകയും ചെയ്താൽ മാത്രമേ സംഘടന നിലനിൽക്കുള്ളൂ. അതിന് ചെറുതായി ചെയ്തു വരുവാൻ കഴിഞ്ഞ 3 വർഷം സാധിച്ചിട്ടുണ്ട്. അത് പുതിയ കമ്മിറ്റിയുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് യൂണിറ്റുകൾ സംഘടിപ്പിക്കുകയും യൂണിറ്റുകൾ ശാക്തീകരിക്കുകയും ചെയ്യുന്നത് എന്നായിരിക്കണമെന്നുള്ള വിനീതമായ അപേക്ഷയാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഈ സംഘടനയോട് ചേർത്ത് നിർത്തുവാനും തക്കതായ നല്ല ആശയങ്ങളും നല്ല അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇന്ന് ഒരു നല്ല ശതമാനം കുട്ടികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് കണ്ടു, വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ടെമ്പോ തുടർന്ന് കൊണ്ടുപോകാൻ കമ്മിറ്റിക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ സംഘടന നിലനിൽക്കുകയുള്ളൂ. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, എല്ലാവരെയും കേൾക്കുവാൻ, നല്ല ആശയങ്ങൾക്ക് നല്ല രീതിയിൽ ക്രമീകരിക്കുവാനും കഴിയുന്ന ഒരു നേതൃത്വം ആണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും ഒരിക്കലും കൂടി ആശംസകൾ നിർത്തുന്നു. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സമർപ്പണ പോരാട്ടമാണ് സംഘടന വേണ്ടിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ പഠിക്കുന്നതിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വേണ്ടിയില്ല. പ്രത്യേകിച്ച് PSC എക്സാം എഴുതുന്നു. PSCയിൽ പല റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഗ്രൂപ്പിൽ തൊഴിലാളികളായും അന്നാമ സമുദായത്തിലുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ ഇതെല്ലാം കാണിക്കുന്നത് സംഘടന ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് സമർപ്പണമുള്ള എല്ലാ നിലനിർത്തുകയും കുഞ്ഞുങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലായിരുന്നു. അത് PSC ശരിയാക്കുകയില്ലായെങ്കിൽ നമ്മളിതൊന്നും ഒരു കാര്യമില്ല. സമ്മതമുണ്ട്, പക്ഷേ നമ്മുടെ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കുട്ടികൾക്ക് ഡിഗ്രി കോഴ്സ് പഠിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണം, പാസ്സാകും. ഏത് കോഴ്സ് പഠിച്ചാലും പാസ്സാകണം. അതുപോലെ PSC എക്സാം അല്ല ഏത് എക്സാമും അറ്റൻഡ് ചെയ്യാനും അത് എഴുതാനും എപ്പോഴും കോച്ചിങ് പോയോ അതിന് മുൻകൂറിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ സംഘടന ഉണ്ടായിട്ട് അതിന് എന്താണ് കാണിച്ചത് കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാണുന്ന പ്രവർത്തനം നമ്മൾ PSC ലിസ്റ്റ് അന്വേഷിക്കാൻ വിളിക്കുമോ ആ ലിസ്റ്റ് കാണുമ്പോൾ പ്രയാസമാണ്. നമ്മുടെ കുട്ടികളെ നമുക്ക് വരാതെ മാറിക്കാൻ മറ്റുള്ള കുട്ടികൾ കിട്ടുന്നത് ഒരാൾക്കാർ മണ്ണാണ് കിട്ടുന്നത് 35 മാർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ജോലി കിട്ടും. പണ്ട് കാലത്ത് നമുക്ക് സമ്മതം നോക്കാൻ നമ്മളെ അന്ന് വിദ്യാഭ്യാസമുള്ള സമ്മതം നമുക്ക് ഒരിക്കലും നിർത്തുകയും അതുകൊണ്ട് നമുക്ക് ഇഷ്ടമായ ജോലി കിട്ടും. പക്ഷെ അതൊക്കെ കടന്നുപോയി നമ്മളെക്കാൾ വിദ്യാഭ്യാസം നമ്മൾ പല സംഭവങ്ങൾ മുമ്പോട്ട് പോകും. നല്ലമാരെ ഒരാളുകാരായിട്ട് അല്ലെങ്കിൽ കാണികരായിട്ട്. പക്ഷേ അവർക്ക് അവർക്ക് അവരോട് മത്സരിക്കുകയും ആ മത്സരമില്ലായിരുന്നു. കലയന്മാരുടെ ഏറ്റവും ക്രൈസ്തവരായിട്ട് കലയന്മാർ വിശ്വാസമായിട്ട് സ്കൂളിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. നമ്മൾ വലിയ മത്സരത്തിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ശരിക്കും പഠിക്കുകയും ചെയ്യണം, ടെസ്റ്റും പഠിക്കണം. വിദ്യാഭ്യാസമായിട്ട് നേരത്തെ പോകുന്ന കോഴ്സ് നല്ല കോഴ്സാണ് പാസ്സാക്കുന്നത്. എങ്കിൽ മാത്രമേ ജോലിക്ക് വേണ്ടി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അവസരമുണ്ട്. ഇപ്പം നമുക്ക് സമൂഹം മുന്നോട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മൾ അവസരം കൊല്ലാൻ നമ്മൾ കുഞ്ഞുങ്ങൾ തന്നെ ശ്രമിക്കണം, നമ്മുടെ പേരൻസ് ശ്രമിക്കണം. മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി നിങ്ങൾ വിശ്വാസത്തിന് ഞാൻ നന്ദി രേഖപ്പെടുന്നു. അതേസമയത്ത് എൻ്റെ ടെൻഷൻ കൂടുതലാണ് എന്നുള്ളതാണ് സത്യം. 2 വർഷം തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്. വയസ്സിന് നമ്മളെ തൊഴിലാളികളാണ്, താമസം ഇരുന്നത്. അവിടെ എല്ലാ മാസവും ചിലപ്പോൾ എല്ലാ മാസവും 2 പ്രാവശ്യം വരാറുണ്ട്. പക്ഷേ ജോസഫ് സാറും ഇതിനും അതുപോലെ മെമ്പേഴ്സ് എല്ലാവരും സമാജത്തിലും എല്ലാവരുടെയും സഹകരണങ്ങളാണ് എനിക്ക് കിട്ടാൻ പറ്റിയത്. അതുപോലെ ഈ 3 വർഷത്തേക്കാണ് വിലക്കിയത്. 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സഹകരണമാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇൻറ്റൻഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബങ്ങൾക്കും കിട്ടിയ നന്മ സമൂഹത്തിലെ സമൂഹത്തിലെ എല്ലാ കിട്ടണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ നടക്കുന്നത്. മക്കളൊക്കെ ഫസ്റ്റ് ചെയ്യാൻ സമയം ഇങ്ങനെ ഓടുന്നത് ഒരുപാട് എങ്കിലും ഞാനിങ്ങനെ വരുന്നത് എനിക്ക് ഈ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്. അതുകൊണ്ട് ആ ആഗ്രഹം ഉണ്ടാവും. ഞാനെപ്പോഴും സംഘടന സമൂഹത്തിന് കൂടെ ഉണ്ടാവും. മനസ്സിലാക്കി സഹകരിച്ച കേസ് പറഞ്ഞ നന്നായിട്ട് യോജിക്കുന്നത് ഒത്തിരി എനിക്ക് നേടാൻ പറ്റുന്നില്ല. നന്നായി ചെയ്യാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുന്നില്ല. നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മലയാള സംരക്ഷണ സമിതിയുടെ
പ്രസിഡന്റ് യോഗ അധ്യക്ഷനായിരുന്ന സാറ് 29ാം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുകൊണ്ടിരിക്കുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ദിശാസമിതി അംഗവുമായ ശ്രീ കെ ജെ ബാബു സാർ. ദിശാസമിതി അംഗം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ജില്ലാടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുകയും അവലോകനം ചെയ്യുന്ന സമിതിയിലെ മെമ്പറാണ്. പട്ടികവർഗ വിഭാഗത്തെ പ്രതിനിധിക്കുന്ന മെമ്പറാണ് ശ്രീ കെ ജെ ബാബു സാർ. സാറിന് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകരെ ക്ഷണിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി മാത്രമാണ് ചില ആളുകൾ കണക്കാക്കിയത്. എന്നാൽ ഇത്രയും വിപുലമായ കേന്ദ്ര പദ്ധതികൾ ജില്ലാടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുന്ന അതിൻ്റെ MP അധ്യക്ഷനും ജില്ലാ കളക്ടർ കൺവീനറും ലോക്കൽ ഗവൺമെന്റ് ജില്ലാ കളക്ടർ മെമ്പർമാരൊക്കെ ഉൾപ്പെടുന്ന വിശാലമായ സമിതിയിലെ കുട്ടികളുടെ പ്രതിനിധിയുടെ മെമ്പറാണ് ബാബു. നമ്മുടെ ക്ഷണസ്വീകരിച്ച് കടന്നു വരികയും നമ്മുടെ ഈ കാര്യത്തിന്റെ ബ്രദറാണ്. പിന്നെ യൂണിറ്റ് സെക്രട്ടറി ബ്രദറാണ്. അദ്ദേഹം തന്നെ കടന്നു വരികയും സാറിനെ സഹകരിക്കുന്നു. സാറിന് പ്രത്യേകമായ ബാബു സാറിന്റെ പേരിലുള്ള അഭേദ്യമായ നന്ദി ഞാൻ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട കണക്കിൽ 2026 റിപ്പോർട്ടിലെ കണക്കിന് പിന്നെ എല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ ഉദ്ദേശിച്ച എല്ലാ പരിപാടികളും സമയബന്ധിതമായി ആരെങ്കിലും അവസാനിക്കും കൃത്യ സമയങ്ങളിൽ നമുക്കത് ചെയ്തു തീർക്കുവാൻ കഴിയും. ഒരു 2023-26 ഭരണസമിതി അംഗങ്ങളിൽ അന്നുണ്ടായിരുന്ന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി അങ്ങനെ കുറച്ച് ആളുകൾ നിലനിർത്തുകയും പുതിയതായിട്ട് അവിടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾ ഉയർത്തുകയും ചെയ്തു. അപ്പോൾ അതിന് 2023-26 കാലഘട്ടത്തിൽ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച രണ്ടുപേര് അതുപോലെ മേഡം ഈ കമ്മിറ്റിയിൽ ഇല്ലാതെ പോയത് എനിക്ക് വളരെയേറെ വ്യക്തിപരമായ സംഭവമുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അത് അടിപൊളി വന്നാലും നമ്മുടെ യൂണിറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഹൈറേഞ്ചിന്റെ വിവിധ സ്ഥലങ്ങളിൽ മുഖവരിയും വഴിയിലും തെക്കോടിയും ഒക്കെ പോയി യൂണിറ്റ് പ്രവർത്തനത്തിന് മുന്നിൽ വരുന്ന പ്രവർത്തകരായിരുന്നു. അവരെ സാങ്കേതിക കാരണത്താൽ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് പല ഇൻഫർമേഷൻ വിവരാവകാശം കുറിച്ച് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സാങ്കേതികമായി അവരെ ഈ കമ്മിറ്റിയിൽ നമ്മൾ മാറ്റി നിർത്തിയത്. അതുപോലെ തന്നെ പുതിയതായി സെലക്ട് ചെയ്ത എല്ലാ മെമ്പർമാരെയും ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ ഈ PS ജോർജ് നഗർ അതിന് വേണ്ടുന്നതായ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തത് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെക്കാൾ അധികം ഭാരവാഹികളാണ്. യൂണിറ്റിന്റെ ഭാരവാഹികളായ തോമസ് മാമൻ സാറ് എല്ലാവരെയും എനിക്ക് അറിയില്ലാതെ പറയാം. വളരെ സജീവമായി ഒരു 8-3 വർഷങ്ങൾക്ക് ശേഷം ഇത്ര മനോഹരമായി മാസിന്റെ സമ്മേളനം നടന്നിട്ടില്ല. 2023 സമ്മേളനത്തില് ഞങ്ങളൊക്കെ ചുമതലയിരുന്നപ്പോൾ ആ സമ്മേളനത്തിൽ 86 പേര് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് 210 ആളുകളോ 210 അല്ല 100 ആളുകളോളം വന്നെത്തിയതോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിൽ പ്രസിഡന്റിനെല്ലാം കൊടുത്തിരുന്നു, പ്രസിദ്ധി കൊടുത്തിരുന്നു, ഇടുക്കി യൂണിവേഴ്സിറ്റി കൊടുത്തിരുന്നു, മേഘാലയ യൂണിവേഴ്സിറ്റി കൊടുത്തിരുന്നു, മലയാളം കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് കാര്യത്തിലും നമ്മളൊപ്പം യൂട്യൂബ് ചേർച്ചിട്ടില്ലേ യൂട്യൂബ് ജോൺസൺ സാറ് അതിനെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ജോൺസൺ സാറ് എന്തിന് മാസത്തിലല്ല ചേർച്ചയിൽ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ്. വളരെ സന്തോഷകരമായി വളരെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോൺസൺ സാറിനോടും എല്ലാ വാർത്താ മാധ്യമങ്ങളോടും ഞാൻ സമയത്ത് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതി ചെയർമാനായി സംഘാടക സമിതിയുടെ കൺവീനറായി തിരഞ്ഞെടുത്ത തോമസ് മാമൻ സാറ്, ജോയിന്റ് കൺവീനർമാരായ മേഴ്സി മേഡം, അതുപോലെ തന്നെ ജോസഫ് നെല്ലിക്കുട്ടി എന്നിവയിലുള്ള പ്രത്യേക ജോൺസന്മാരെ എല്ലാവരും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ അടുത്ത മീറ്റിംഗ് 2026
പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. ആ കാര്യം സർവ്വസാധാരണ പ്രസിഡന്റായി എനിക്കൊരു മാറാൻ തോന്നിയില്ല. കാരണം ഇത്രയും അദ്ദേഹത്തിന്റെ പ്രായം നോക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വരികയും നമ്മുടെ മാസത്തെ കക്ഷിയായിട്ടുള്ള 2-3 കേസുകളിൽ കക്ഷിയായിട്ട് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ്. കാരണം ഒരു കാരണവശാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നിന്ന് ഒരു മാറ്റം എടുക്കുന്നത് മാറ്റാവുന്നതല്ല. വളരെ ആത്മാർത്ഥമായി സംസ്ഥാനത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ തുടരുന്നത് എന്ന് കൂടി ഓർമ്മിക്കുകയാണ്. ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും യോഗ അവസാനിക്കുകയാണ്. ഈ മാസത്തിലേക്ക് മുൻപോട്ട് പോകാൻ ഒരേ ശബ്ദത്തിൽ മുന്നേറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ പീഠങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവർക്ക് നല്ല മൂത്തരമായ ശുശ്രൂഷ ചെയ്യുവാൻ്റെ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങളെ പൂർണ്ണമായി പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നു. നല്ല ശുശ്രൂഷകളും വളരെ മാത്രം സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ഐക്യത്തോടെ മുന്നേറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. കർത്തകരനായ സ്തോത്ര സകലവും ഞങ്ങൾ പഠിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ഇച്ചിരി അടുത്ത് വന്നിട്ടാണേ, ഇച്ചിരി വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി അടുത്തോട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ളവരെ എടുത്തോ, ആ ക്യാമറ എടുത്തോ, ഇങ്ങോട്ട് നോക്കിയോ. മീറ്റിംഗ് ഉണ്ടോ എന്നറിയണ്ടേ.